ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാഹ്. അങ്ങനെ നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഒരു റമളാൻ മെഡിറ്റേഷനും കൂടി ചെയ്യാൻ വേണ്ടി പറ്റിയല്ലേ. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം, പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ ഒരു റമളാൻ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ജേണിയിലാണ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ജേണിയിലായിരിക്കുന്ന നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ കൂടുതൽ റബ്ബിലേക്ക് അർപ്പിക്കാൻ, ആ ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ കൂടുതൽ റബ്ബിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി കിട്ടിയ ഈ ഒരു അവസരത്തെ നമ്മൾ മാക്സിമം മുതലെടുക്കുക. നമുക്ക് ഓരോ ദിവസവും നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ, ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ശരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ, റമദാൻ മാസത്തിൽ പ്രത്യേകിച്ചിട്ടും. മറ്റു മാസങ്ങളിൽ നമുക്കും ഇതേപോലെയല്ലേ, മറ്റു മാസങ്ങളിൽ നമുക്ക് ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നുള്ളത്. മറ്റു മാസങ്ങളിൽ ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ സത്യത്തിൽ നമുക്ക് ഇത്രയും വേദന ഉണ്ടാവാറുണ്ടോ? എല്ലാ മാസത്തിലും ആ മാസം 1 മുതൽ അറബി മാസം നോക്കുമ്പോൾ ഒന്നുകിൽ 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഉണ്ടാവാറുണ്ട്. പക്ഷേ എല്ലാ മാസത്തിലും ഈ അറബി മാസത്തിൽ 29 ആയിരുന്നോ 30 ആയിരുന്നോ എന്ന് പോലും നമ്മൾ ചിന്തിക്കാറുണ്ടോ? എല്ലാ മാസവും നമുക്ക് അറബി മാസത്തിലെ ഡേറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ഇംഗ്ലീഷ് മാസ കലണ്ടറാണ് അല്ലേ? ആ കലണ്ടറിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതലും അറബി മാസത്തിലെ മാസം ഏതാണെന്ന് പോലും ചിലപ്പോൾ നമുക്ക് ചിലവർക്ക് പോലും അറിയാതെ ആ ഒരവസ്ഥയിലാണ് ഉണ്ടാവുക അല്ലേ? നമുക്ക് ഇത് ഏത് മാസമാണെന്ന് നമുക്കറിയില്ല. ഇത് എത്രയാണ് ഇന്നത്തെ ഡേറ്റ് എന്ന് നമുക്കറിയില്ല. അറബി മാസത്തിൽ നോക്കുകയാണെങ്കിൽ. പക്ഷേ റമദാൻ എത്തിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി പറ്റും. റമദാൻ എപ്പോഴാണ് ഒന്ന് തുടങ്ങുന്നത്? ഇന്ന് റമദാൻ എത്രയായി? എത്ര ദിവസം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയി? ഓരോ റമദാനും നമ്മളിൽ നിന്ന്, ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദന, ആ വേദനകളെല്ലാം നമ്മൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്നവരാണല്ലേ. എന്നാൽ ഇനി നമുക്ക് ആ റമദാനിലെ ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ വേദനിക്കുന്നതിന് പകരം നമുക്ക് സന്തോഷിക്കാൻ പറ്റിയാലോ? ആ റമദാൻ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് വേദനകൾ ഉണ്ടാവുന്നതിനപ്പുറത്തേക്ക് ആ റമദാൻ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റിയാലോ? എങ്ങനെയാണ് റമദാൻ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കുക? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടി പറ്റുമോ? അപ്പൊ അതേപോലെ നമ്മുടെ ഈ റമദാൻ എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടതല്ലേ. ആ ഇഷ്ടപ്പെട്ട റമദാൻ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സന്തോഷിക്കുക? അവിടെയാണ് നമ്മൾ ആ റമദാൻ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ഉള്ള ആ ഒരു നഷ്ടത്തെ ഓർക്കുന്നതിന് പകരം ആ റമദാൻ ആ ഓരോ ദിവസവും റമദാനിലെ ഓരോ ഡേയും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞത്, അൽഹംദുലില്ലാ, ഇക്കൊല്ലത്തെ റമദാനിലെ ഒരു ദിവസവും കൂടി എന്നിലേക്ക് എനിക്ക് ചേർക്കാൻ പറ്റിയല്ലോ എന്നോർത്തുകൊണ്ടാണ് ഒരു ദിനം കഴിയുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടത്. ഈ ഒരു ദിവസവും കൂടി എന്നിലേക്ക് സന്നിവേശിക്കപ്പെട്ടല്ലോ എന്നോർത്തുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. കാരണം ഈ ഒരു ദിവസം ലഭിക്കുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ മരണപ്പെട്ടു പോയിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ദിവസം കിട്ടുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പൊ ഓരോ ദിവസവും ആ റമദാനിലെ ഓരോ നോമ്പും നമ്മൾ തുറക്കുന്നതോടെ കൂടി അൽഹംദുലില്ലാ, നമുക്ക് ആത്മാർത്ഥമായി നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാം. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ ഒരു ജേണി, നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഈ ഒരു തലം ഏതൊക്കെ രീതിയിലാണോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാൻ പറ്റുന്നത്, ആ രീതിയിലൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും അല്ലേ? അപ്പൊ നമുക്ക് റബ്ബ് വർദ്ധിപ്പിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ഈ റമദാനിലെ ഒരു ഡേ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ഇതും കൂടി എനിക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റിയല്ലോ എന്നോർത്തുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുമ്പോൾ, ആത്മാർത്ഥമായി നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അടുത്ത ഇയറിൽ റമദാനും കൂടി നമ്മളിലേക്ക് ഏൽപ്പിക്കാൻ ചിലപ്പോഴെങ്കിലും കാരണമായേക്കാം. കാരണം ഈ റമദാനിലെ ഓരോ ദിവസത്തെയും നമ്മൾ ഏതുപോലെയാണോ കാണുന്നത്,
ഏതുപോലെയാണോ നമ്മൾ അതിനെ സ്വീകരിക്കുന്നത്, ഏതുപോലെയാണോ നമ്മൾ അതിനെ സ്നേഹിക്കുന്നത്, ഏതുപോലെയാണോ നമ്മൾ അതിനെ ഇഷ്ടപ്പെടുന്നുള്ളത്, അതിനനുസരിച്ചിട്ടായിരിക്കും. നമുക്കറിയാൻ വേണ്ടി പറ്റും. മുൻകാലത്തൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ, ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പത്തിൽ ടെലിവിഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിൽ TV ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ റമദാൻ മാസം ആവുമ്പോൾ ഈ TVയുടെ സ്ക്രീനിന്റെ മുന്നിലേക്ക് തുണി വിരിച്ചു വെക്കുന്നത് കാണാം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ? തുണിയിട്ട് മൂടി വെക്കുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടോ TV സ്ക്രീനിന്റെ മുമ്പിൽ? കണ്ടിട്ടുണ്ടോ? ഞാൻ പഴഞ്ചനായതുകൊണ്ടായിരിക്കും ഏതായാലും കണ്ടത്. നിങ്ങൾക്ക് പുതിയ തലമായതുകൊണ്ട് അതൊന്നും കാണാൻ ചാൻസ് ഇല്ല. അപ്പോ അവിടെ ആ TV സ്ക്രീനിന്റെ മുമ്പിൽ തുണിയിട്ട് മൂടി വെക്കും. എന്തിനു വേണ്ടിയിട്ട്? ആ TVയിലൂടെ ഹറാമുകൾ വരും, ഹറാമുകൾ കാണാനിടയാവും. ഈ റമദാനിലെങ്കിലും നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കണ്ണുകളെ സൂക്ഷിക്കാനോ, ആ കണ്ണുകൾ കൊണ്ട് നോക്കാനോ, ആ ഒരു റൂമിനകത്ത് പോയി ആ ചുമരിൽ ഘടിപ്പിച്ച ആ ഒരു TV സ്ക്രീനിലേക്ക് തന്നെ നോക്കണമെന്നില്ല. നമ്മുടെ കൈകളിലുള്ള ആ മൊബൈൽ ഫോണിലേക്ക് നോക്കിയാൽ മതി, അല്ലേ? നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അവെയർ ആവണം. എൻ്റെ ഈ ഒരു ദിവസത്തെ ഞാൻ എങ്ങനെയാണ് മുതലെടുത്തത്, എൻ്റെ ഈ ഒരു ദിവസത്തെ ഞാൻ ഏതുപോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നമുക്ക് അവെയർ ആവണം. ആ അവയർനെസ്സിലൂടെ ആയിരിക്കണം നമ്മുടെ യാത്ര നമ്മൾ പോവേണ്ടത്. അപ്പൊ ഈ ഒരു അവയർനെസ്സോട് കൂടി നാം ആ യാത്ര ചെയ്യുന്നത് ഏതുപോലെ എന്നറിയോ? നമ്മുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ടാവും, അല്ലെ? നമുക്കെല്ലാവരും അറിയാം, നമ്മളെല്ലാവരും ചെറിയ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയവരാണ്, അല്ലെ? അപ്പോ ഈ ചെറിയ ആ ഒരു കൈക്കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ, ആ കൈക്കുഞ്ഞിനെ നമ്മൾ ഏതുപോലെയാണ് സൂക്ഷിക്കുന്നത്? ആ കുഞ്ഞ് താഴെ വീണു പോവോ? അതിന് എത്ര സൂക്ഷ്മതയോടെ കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ആ കുഞ്ഞിനൊന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞിന്റെ മൂക്കിലേക്ക് വെള്ളം കയറി പോവോ? എത്ര ശ്രദ്ധയോട് കൂടിയാണ് നമ്മൾ ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത്. ആ കുഞ്ഞിനൊന്ന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ കുഞ്ഞിക്കൈക്കൊന്ന് വേദനയായി പോവോ? എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ ആ കുഞ്ഞിന് ഡ്രസ്സ് അണിയിച്ചു കൊടുക്കുന്നുള്ളത്. അങ്ങനെ നമ്മളുടെ ആ കുഞ്ഞിനെ നമ്മൾ ഏത് രീതിയിലാണോ പരിപാലിക്കുന്നത്, ആ കുഞ്ഞിനെ ഏത് രീതിയിലാണോ നമ്മൾ ലാളിക്കുന്നത്, ആ കുഞ്ഞിനെ ഏത് രീതിയിലാണോ നമ്മൾ സ്നേഹത്തോടെ എടുത്തുകൊണ്ട് നടക്കുന്നത്, ആ കുഞ്ഞിനെ നമ്മൾ ഏതുപോലെയാണോ പരിലാളിക്കുന്നത്, ആ കുഞ്ഞിനെ പരിലാളിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഫോക്കസ് എത്രമാത്രം മൈൻഡ്ഫുൾ ആയിരിക്കും, അല്ലെ? എത്രമാത്രം ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കും, അല്ലെ, നമ്മൾ കുട്ടിക്ക് ഒരു ഭക്ഷണം പോലും കൊടുക്കുന്നത്, അല്ലെ? അത്രയും സൂക്ഷ്മതയോടെ കൂടി നമ്മൾ നമ്മുടെ ആ കുഞ്ഞിനെ താലോലിച്ച് ആ കുഞ്ഞിനെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും അപ്പുറം താലോലിച്ച് കെയർ ചെയ്യാനുള്ളതാണ് നമ്മുടെ ഈ ഓരോ ദിവസങ്ങൾ. നമ്മുടെ ഈ ഓരോ ദിവസങ്ങളും നമ്മൾ അതിലും മനോഹരമായിട്ട് അൽഹംദുലില്ലാ റമളാനിനെ, നമ്മളുടെ ഈ റമളാനിലെ ഓരോ ദിവസവും നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് സ്നേഹത്തോടെ ഒരു കുഞ്ഞിനെ പോലെ ആ ഒരു അവയറോട് കൂടി ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാലുള്ള സൂക്ഷ്മതയോട് പോലെ ഓരോ ദിവസവും സൂക്ഷ്മതയോടെ കൂടിയിട്ട്, ഓരോ ദിവസവും അവയർനെസ്സോട് കൂടിയിട്ട്, ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്ക് ആ ഓരോ ദിവസത്തെയും നമ്മളിൽ നിന്ന് പറഞ്ഞയക്കാൻ പറ്റുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് സന്തോഷമല്ലേ? നമുക്ക് ഈ ഒരു ദിവസവും അത്രയും ശ്രദ്ധയോടെ കൂടി കഴിഞ്ഞു കിട്ടിയതിന് നമ്മൾ സന്തോഷിക്കുകയല്ലേ? അതാണ് ഒരു ദിവസത്തെ റമദാനിൽ ഒരു ദിവസം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ സന്തോഷത്തിലാവണം എന്ന് പറഞ്ഞത്. ആ റമദാൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമത്തിലപ്പുറത്തേക്ക് നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷത്തിലേക്ക്, ആ ലഭിച്ചതിലുള്ള സന്തോഷത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാൻ വേണ്ടി പറ്റും. ഇൻഷാ അല്ലാ നമുക്ക് ഇൻഷാ അല്ലാ ആ ഒരു രീതിയിൽ നമുക്ക് റമദാനിനെ കാണാനും ആ ഒരു രീതിയിൽ ഈ ഓരോ ദിവസത്തെയും നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകാനും എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ ഞാൻ ഇതുവരെ പറഞ്ഞത് അള്ളാഹു ഒരു സ്വാലിഹായ അമലാക്കി മാറ്റട്ടെ. അതേപോലെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും ജീവിതത്തിൽ പകർത്താനും, പറഞ്ഞതിനെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.